ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഹെൽമെറ്റ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ മഴ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള ഈർപ്പവും ഹെൽമെറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ ഇതും കൊണ്ട് ഒരു സ്മെല്ലായിട്ട് മാറും. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അത് നമുക്കിന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട്. ഞാനിവിടെ 2 മോഡൽ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. വേഗയുടെ തന്നെ ഫുൾ കവർ എടുത്തിട്ടുണ്ട്, ഹാഫ് കവർ ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹെൽമെറ്റിൻ്റെ ഈ 3 സ്ക്രൂ നമുക്ക് ഇളക്കി കൊടുക്കണം. ഓരോ സൈഡിൽ നിന്നായിട്ട് ഓരോരോ സ്ക്രൂ ആയിട്ട് നമുക്ക് പതിയെ റിമൂവ് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്ക് പതിയെ ഗ്ലാസും അതിൻ്റെ വൈസറും നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ സൈഡിലുള്ള ആ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനം, അത് 2 ക്ലിപ്പിലാണ് അത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു ബട്ടൺ പോലത്തെ ക്ലിപ്പാണ്. അത് നമുക്ക് കണ്ടാൽ അറിയാം, സൂക്ഷിച്ച് ഇളക്കിയാൽ മതിയാവും. അത് ജസ്റ്റ് പ്രസ്സിങ്ങിലാണ് ആ ലോക്ക് വരുന്നത്. പതിയെ ഇളക്കിയെടുത്താൽ അതിങ്ങ് ഇളകി പോകുന്നതാണ്. അതുപോലെ തന്നെ അതിന് മുകളിലോട്ടും ഇതേപോലെ ഒരു ലോക്കിംഗ് കാണും. അതിനുശേഷം നമുക്ക് മറ്റേ സ്പോഞ്ച് കൂടെ നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് ഈ തുണി ഇളക്കിയെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ പതിയെ ഇളക്കിയെടുത്താൽ മതിയാവും. അതിങ്ങ് ഇളകി പോകുന്നുണ്ട്. ചെറിയ ലോക്കാണ് അതിൽ. ഓക്കെ, അടുത്ത് മറ്റേ ഹെൽമെറ്റ് നമുക്ക് ഇളക്കിയെടുക്കാം. ഹെൽമെറ്റിൻ്റെ വൈസറാണ് ഇപ്പോൾ നമ്മൾ ഇളക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഗ്ലാസ് ഇളകി വരും. ഓരോ മോഡൽ ഹെൽമെറ്റിലും ഓരോ വ്യത്യസ്തമായ രീതിയാണ്. എന്നാൽ ചെറിയ ഡിഫറൻസേ അതിനുള്ള വരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ സൈഡിലുള്ള സ്പോഞ്ച് രണ്ടും നമുക്ക് ഇളകിയെടുക്കാം. സെയിം ലോക്കാണ് ഇവിടെയും വരുന്നത്. ഇതേപോലെ തന്നെ മറ്റേ സ്പോഞ്ച് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ അതിൻ്റെ അകത്തുള്ള തുണി നമുക്ക് പതിയെ ഇളക്കിയെടുക്കാം. ഇവിടെ ലോക്കാണ് വരുന്നത്, ബട്ടൺ ടൈപ്പ് ലോക്കാണ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇളക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ കാണത്തില്ല. ഓക്കെ, നമുക്ക് എല്ലാ പാർട്ടും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് വാഷ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് സർഫ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കിയ പാർട്സുകളെല്ലാം 1-2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ ഈ പ്ലാസ്റ്റിക് ഭാഗം നമുക്ക് ഇതേപോലെ ഒരു ചെറിയ തുണിയിൽ കുറച്ച് സർഫ് മുക്കിയിട്ട്, സോപ്പോ സർഫോ മുക്കി നമുക്കിതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സ്ട്രാപ്പ് ഉണ്ടല്ലോ, സ്ട്രാപ്പിൽ നല്ല അഴുക്ക് കാണും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സോപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിങ്ങനെ കഴുകിയെടുക്കാം. അതിനെ ഇതുപോലെ നമുക്ക് 1-2 മാസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഹെൽമെറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് അതിലുള്ള അഴുക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം അഴുക്കാണ് അതിലുള്ളതെന്ന്. ഓക്കെ, നമുക്കിനി ഈ ഹെൽമെറ്റിൻ്റെ വൈസറും അതിൻ്റെ ഗ്ലാസും നമുക്ക് നൈസായിട്ട് കഴുകിയെടുക്കാം. ഒരു കാരണവശാലും ചകരിയിട്ടൊന്നും കഴുകാൻ പാടില്ല, സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നനഞ്ഞ തുണി ഇട്ട് നമുക്ക് തുടച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിനി കോരാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കി പാർട്ടുകളൊക്കെ എടുത്ത് ഇതേപോലെ നല്ലവണ്ണം സോപ്പിട്ട് കഴുകി കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അഴുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തുമാത്രം അഴുക്കാണ് ഇതിലിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പോൾ നമ്മുടെ പാർട്ടൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് 1-2 മണിക്കൂർ നമുക്ക് ഉണങ്ങാനായിട്ട്
അതിനുശേഷം നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഓർത്തിരുന്ന പ്രശ്നമല്ല. നമുക്കിനി ഹെൽമെറ്റിൻ്റെ വൈസർ ഗ്ലാസ് അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഈസിയാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ ഹെൽമെറ്റിലും ഓരോരോ രീതിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ നേരത്തെ കണ്ട ഹെൽമെറ്റല്ല ഇതിപ്പോൾ. നമ്മൾ നല്ലവണ്ണം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഹെൽമെറ്റ് ഫിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമുക്ക് ആ തുണിയുടെ ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്, അത് മാറിയാലും തിരിച്ചിട്ടാലും മതിയാവും. ആ തുണിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ ഈ തുണിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമ്മുടെ സൈഡിലോട്ടുള്ള സ്പോഞ്ച് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതും വളരെ ഈസിയാണ്. ഇനി നമുക്കിതിൻ്റെ സ്പോഞ്ച് സെറ്റ് ചെയ്യാം. അത് സെയിം ആണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ബട്ടണും അവിടെയുള്ള ചെറിയ ഹോളുമായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ലവണ്ണം സ്യൂട്ടായിരുന്നോളും. ഇനി നമുക്കിതിൻ്റെ വൈസറും ഗ്ലാസും നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൽ 3 സ്ക്രൂ ആണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്കൊരു 2-3 മാസത്തിനൊരിക്കൽ ഹെൽമെറ്റ് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ.